സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ മൈൻക്രാഫ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നലെ ബേസ് ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയി കുറച്ച് ഡയമണ്ട് കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമ്മൾ 2 ഡയമണ്ട് പിക്കാക്സും 2 സോഡും ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഫോർച്യൂൺ ആഡ് ചെയ്തായിരുന്നു. അയൺ പിക്കാക്സിൽ ഫോർച്യൂൺ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മൈനിങ്ങിന് പോയത്. അതുകൊണ്ട് തന്നെ കുറച്ചേറെ കിട്ടുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം, എന്നിട്ട് നെതറിൽ ഒന്ന് കയറിയിട്ട് കുറച്ച് കോഡ്സ് എടുക്കണം. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റോറേജ് സെറ്റ് ചെയ്യണം കോപ്പർ കോളത്തെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ എന്താണ് പറയൂ. ആദ്യം തന്നെ പോയിട്ട് നമുക്ക് നമ്മുടെ ബേസിന്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. ഇന്റീരിയർ ബേസ് അപ്ഡേറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കിച്ചൺ, ഇവിടെ കിച്ചൺ, നമ്മുടെ സ്മെൽറ്റിംഗ് ഏരിയ. ഇവിടാണ് നമ്മുടെ ബ്രൂയിങ് ഏരിയ. ഇതൊരു പെയിന്റിംഗ് ആണ്. നമ്മുടെ ടെക്സ്ചർ പാക്ക് ഇട്ടേക്കുന്നോണ്ട് അത് ഇങ്ങനത്തെ രീതിയിലാണ്. ഒരു ഷീൽഡും സോഡ് പോലത്തെ 2 സാധനം. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിലേക്ക് പോവാം. ബെഡ്റൂം, അത് ഗട്സിന്റെ റെഡ് തീം ആയിട്ട് റെഡ് ബെഡും എന്റെ ഓറഞ്ച് കാർപ്പറ്റ്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഓറഞ്ച് ആയതുകൊണ്ട് ഓറഞ്ച് ബെഡും റെഡ് കാർപ്പറ്റ്. പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് പെയിന്റിംഗ് ഒക്കെ വെച്ച് 2-3 ഷെൽഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷെൽഫ് ടൂൾസും നമ്മുടെ പഴയ ടൂൾസിലൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേളിലേക്ക് പോകുമ്പോഴത്തേന് ഇവിടെ പിന്നെ നമ്മുടെ എൻചാന്റിങ് സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത് 2 മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സെറ്റ് ആക്കി വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ അത്രയാണ് ബേസിക് നമ്മള് ഡെക്കറേഷൻ വേണ്ടിയുള്ള ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് താഴെ ഇവിടെ തന്നെ സ്റ്റെയറിൽ തന്നെ ഹലോ താഴേക്ക് വാ. ഞാൻ പംകിൻ ഗൈസ് അവിടെ ചെറിയൊരു ഫാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇതാണ്ട് അവിടെ പംകിൻ വളർന്നിട്ടുണ്ടേ. കണ്ടോ നമ്മുടെ കയ്യിൽ ഗോൾഡൻ ക്യാരറ്റ് ഇരിക്കുന്നുണ്ടോ? അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഗോൾഡൻ ക്യാരറ്റ് അത് വാങ്ങാൻ വേണ്ടി നമ്മുടെ വില്ലേജറിനെ കുറച്ചുകൂടെ എക്സ്പെർട്ട് മാസ്റ്റർ ലെവൽ എത്തുന്ന ഗോൾഡൻ ക്യാരറ്റ് അതുകൂടെ സെറ്റ് ആക്കണം. പിന്നെ സ്റ്റോറേജിലൊക്കെ എൻട്രി നമ്മുടെ സ്റ്റെയർ കേസിന്റെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ട്. നോക്ക് ഗൈസ്, ഇവിടാണ് നമ്മുടെ സ്റ്റോറേജിലോട്ട് പോകുന്നത്. ഇവിടാണ് നമ്മൾ സ്റ്റോറേജ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എത്ര വെച്ചാ പറഞ്ഞോട് കുറച്ച് ബ്ലോക്ക് നമ്മൾ താഴേക്ക് ഒന്ന് താഴേക്ക് ഇറക്കും. എന്നിട്ട് 4 വരെ ചെസ്റ്റ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു 2 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ട് ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് നിരത്തി ഇങ്ങനെ ഒരു ഫുൾ റോ. കാരണം അതിന്റെ ബാക്കിൽ കുറച്ച് റെസ്റ്റോറന്റ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇതിന്റെ മേളിലേക്ക് നമ്മുടെ സെന്ററിലായിരിക്കും നമ്മുടെ ചെസ്റ്റ് പോകുന്നത്. അപ്പൊ അത് സെറ്റ് ആക്കണം. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് പോയിട്ടൊരു കാര്യം ചെയ്യും. ഒരു 10-15 ഓപ്ഷൻ. ഓക്കെ, സെറ്റ് അല്ല ഞാൻ പോയിട്ട് ഇതും ഞാൻ ഇതും ചെയ്ത് സെറ്റ് ആക്കി. ഓക്കെ, ഞാൻ പോയി ഒബ്സിഡിയൻ എടുത്തിട്ട് വരാം. നമുക്ക് പോയിട്ട് ഒബ്സിഡിയൻ തൂക്കിയിട്ട് വരാം. അവിടെ ചെറിയ ലാവാ പൂളുണ്ട്. നമുക്ക് അവിടുന്ന് കുറച്ച് ഒബ്സിഡിയൻ എടുക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ലാവാപ്പൂളി പോയി ചാടി ചത്തു പോയായിരുന്നു. ഇന്നലെ ഞങ്ങൾ മൈനിങ്ങിന് പോയപ്പോൾ ഒരു 5-6 വട്ടം ചത്ത്. കുറച്ച് ഗ്ലിച്ചൊക്കെ അടിച്ചാണ്. നമ്മൾ പ്രോ ആയതുകൊണ്ട് അങ്ങനെ ചാവാറില്ല. എന്നാൽ ചെറിയ ഗ്ലിച്ചൊക്കെ അടിച്ച് 2 പേരും ഒരേ സമയം ചത്തുപോയി. സെർവർ സൈഡിൽ നിന്നുള്ള ബഗ്ഗാണ് ഗൈസ്. ഒരിക്കലും ഇല്ല. ഇവിടുത്തെ നമ്മൾ കുറച്ച് ലാവ എടുത്തത് ചെറിയൊരു ലാവ പൂളാണ്. അധികം വലുപ്പമൊന്നുമില്ല. ലാവ ഫോം ഇൻഫിനിറ്റ് ഉണ്ടാക്കണോ അതോ ഇൻഫിനിറ്റിന് മറ്റേ ഇത് വേണം? നമ്മൾ ഗ്ലിച്ച് ഉപയോഗിക്കത്തില്ലെന്നല്ലേ? അതെ. അപ്പോൾ നമ്മൾ 18 ഒബ്സിഡിയൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പോയി നേരെ ഒരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്തേക്കാം. നെതർ വേസ്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ബസാൾട്ട് ഒരിക്കലും കിട്ടാൻ പാടില്ല. അല്ല, ലക്കുള്ള സീഡല്ലേ പോയിടെ. പിങ്ക് ഷിപ്പ് ഒക്കെ ആദ്യം കിട്ടിയില്ലേ? ആദ്യം കിട്ടി, അത് കഴിഞ്ഞ് പിന്നെയും കിട്ടി. പിന്നെ നിങ്ങൾ ചതി അറിഞ്ഞില്ല. കുറച്ച് വൈകിപ്പോയല്ലേ? ഗൈസ്, നമ്മുടെ ബോയിഡിന്റെ പിങ്ക് ഷീപ്പ് ഓറഞ്ച് ഷീപ്പ് ആയിട്ടുണ്ട്. അത് മഴ പെയ്തപ്പോൾ കളർ ഒലിച്ചു പോയതാ. അല്ല ബോയിടെ?
അടിച്ച പെയിന്റ് അത്ര ലോക്കൽ പെയിന്റ് അടിച്ച് പെയിന്റിൽ വരെ ഇത് മായ വന്നു. ഓക്കെ, ഇവിടുത്തെ ഫുൾ അങ്ങനെ നമ്മള് മൈനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് ഒന്ന് സെറ്റ് ആക്കണം, താഴെ വരെ എത്താനുള്ള. ക്രീപ്പർ നമ്മുടെ ഒരു ഫേസിന്റെ സൈഡിലേ പോയത്. ഞാൻ കണ്ടില്ല, ജസ്റ്റ് ഒരു മോന്ത കണ്ടു ഞാൻ ഓടി. ഞാൻ പറഞ്ഞില്ല താഴെ ക്രീപ്പർ നിൽക്കുന്നത്. അല്ല നമ്മളവിടെ ഇതായിട്ട് ലോഡായി നിക്കുവല്ലേ, അപ്പൊ അത് പോത്തില്ല. അല്ല അങ്ങോട്ടും അങ്ങനെ പോയെങ്കിലും ആ സമയത്ത് എൻട്രി ചെയ്താൽ ഓക്കെ ആ പോട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെ പോയത് പോയി. നമുക്ക് പോർട്ടൽ എവിടെ വെക്കണം? നമ്മള് പോർട്ടൽ ബിൽഡ് പണിയാൻ പോകുന്ന എവിടെ ആയിരിക്കും? ഇങ്ങോട്ടേക്ക് പണിഞ്ഞാലോ? ഇവിടെ നല്ലൊരു റൗണ്ട് ഉണ്ട്. സൂപ്പർ. നമ്മുടെ വലിയ പോർട്ടൽ നമ്മൾ പിശിക്കാനൊന്നും നിന്നില്ല, ഡയറക്റ്റ് നല്ലൊരു പോർട്ടൽ നമ്മൾ പണി. കത്തിക്കാൻ പോവാ, വരുന്ന വാ 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 വാ. ഞാൻ പോയി ഗോൾഡിന്റെ ഹെൽമെറ്റ് ഒന്നും എടുത്ത്. വേറെ ഗോൾഡിന്റെ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങളോട് ഞാൻ അപ്പോഴേ ചോദിച്ചതാ. എനിക്കൊരു ഹെൽമെറ്റ് കിട്ടിയതാ, പിഗ്ഗി ഹെൽമെറ്റ്. പിഗ്ഗി ഹെൽമെറ്റ്. ഗോൾഡ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഇല്ല അടുത്ത് ഫുള്ള് ക്യാപ്റ്റാക്കിയല്ലേ. നൈസിനങ്ങ് പോയിട്ട് വരാം, ബാ. ആരെയാ പേടിക്കുന്നേ? ഒരു മിനിറ്റ്, നമ്മുടെ ബേസിനകത്ത് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ആ സൂപ്പർ. ഇതിന്റെ ഡ്യൂറബിലിറ്റി കണ്ടോ? ഡ്യൂറബിലിറ്റി നോക്കണ്ട. ഡ്യൂറബിലിറ്റി എന്താ നോക്കുന്നേ? നോക്ക, അതിന്റെ നോക്കുന്നിട്ട് പറ. ആ പൊട്ടത്തില്ല, ധൈര്യമായിട്ട് എടുത്തിട്ടോ. പമ്പി ഫുള്ള് വേണോട്ടാ. എന്നാ ഇത് മൈൻഡ് ചെയ്തിട്ടങ്ങ് പോകാം. ബാ, ഇതൊക്കെ വിറ്റ് വേണം നമുക്ക് എമറാൾഡ് ഒപ്പിച്ചിട്ട് വേണം നമുക്ക്. നമ്മള് വില്ലേജറിന്റെ ആയിരിക്കും എമറാൾഡ് അല്ല ഡയമണ്ട് ആർമറും ടൂൾസും എല്ലാം ഇനി വാങ്ങിക്കാൻ പോകുന്നത്. അത് മതി, അതാ ലാഭം നമുക്ക്, അല്ല നഷ്ടം. ഡയമണ്ട് പിക്കാക്സ് വെച്ചിട്ട് പോകുന്നില്ല നല്ലത്. കോഡ്സ് അല്ലേ ആ അയൺ പിക്കാക്സ് എടുത്തോ? ഫോർച്യൂൺ എടുത്തോ? അല്ല ഫോർച്യൂൺ എടുത്തോ. ഫോർച്യൂൺ കോഡ്സ് ഫോർച്യൂൺ ചെയ്യാം, കുറെ കിട്ടുമല്ലോ. ഒറ്റ ട്രിപ്പിൽ തന്നെ ഉള്ളതെല്ലാം കൂടെ എടുത്തിട്ട് വരാം. സോഡിയം പിടിച്ചിട്ടുണ്ട്, കുറച്ച് എക്സ്ട്രാ ബ്ലോക്ക് വരുന്നുണ്ട്. വേറെ ഫുഡ് ഉണ്ട്. വാ വാ കത്തിക്കട്ടെ. 3 3 2 1 നല്ലൊരു സ്ഥലം. ഗോ. നമ്മൾ പേടിക്കാൻ പാടില്ല. നമ്മൾ നെതറൊക്കെ എത്ര ഉണ്ടോ കടത്തെ? തീർച്ചയായിട്ടും 60 FPS ഇപ്പൊ കിട്ടുന്നുണ്ട്. എന്ത് റിസൾട്ട് ആണോ? നമുക്ക് ഔട്ട്രോ പറഞ്ഞേക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഏത് വേണ്ടെന്ന് വെച്ചോ അത് തന്നെ കിട്ടി. സന്തോഷം ഉണ്ട്. ഇനി ലാവയ്ക്കൊരു കുറവും വരത്തില്ല. ഫ്യൂവല് ഇവിടെ വരിക, എടുക്കുക, പോർട്ടിലേക്ക് കയറുക, പോവാ. ഞാൻ പോർട്ടിൽ കയറി, നിങ്ങളവിടെ നമ്മുടെ ഫ്രണ്ടിലുള്ള കുറച്ച് ലാവയൊക്കെ ഒന്ന് മൂടിയിട്ട് വരാന്നല്ലേ? അയ്യോ ഓട്, എന്തോ വന്ന് പൊട്ടി. ക്രീപ്പർ ഓണായോ? ഇൻഫിനിറ്റ് ഒബ്സിഡിയൻ ഫാം അല്ലേ? എന്റെ പൊട്ടിയോ? പൊട്ടിയില്ല, ഇത് പൊട്ടിയ. ഇന്ന ഞാൻ എടുത്തോണ്ട് വന്ന്. കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യണമല്ലോ. നമുക്ക് ഇപ്പൊ തന്നെ ഫുള്ള് സോർട്ടിങ് ആക്കണ്ട, നമുക്ക് മാക്സിമം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് സോർട്ട് ചെയ്യാം. ഫോർച്യൂൺ പിക്കാക്സ് കളയില്ലേ? അത് നമ്മള് പൊട്ടാറായാലും
ലാസ്റ്റ് നമ്മൾ വേറെ ഫോർച്യൂൺ ആയാലും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഫസ്റ്റത്തെ ഫോർച്യൂൺ എത്രയും പെട്ടെന്ന് അയൺ ഫാം സെറ്റ് ചെയ്യണം. എമറാൾഡ് ഷോപ്പർ ട്രേഡിംഗ് ഹാൾ അയൺ ഫാം സെറ്റ് ആക്കിയിട്ട് ആ അയൺ വന്ന് തുടങ്ങാൻ നേരം നമുക്ക് പോയിട്ട് ഇത് വില്ലേജറൊക്കെ അവിടെ സഫക്കേറ്റ് ആയി ചാവുക. ഗൈസ് എന്റെയും പോയിന്റെയും വീഡിയോ സെയിം പോലെ എഡിറ്റ് വന്നാൽ അത് വെറും യാദർച്ഛികം മാത്രം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഒരേ കാര്യമാണേലും രണ്ട് പെർസ്പെക്റ്റീവ് ആണ്, രണ്ട് POVs ആണ്. ഞാനിപ്പോൾ മൈൻഡ് ചെയ്യുന്നു, അവനവിടെ എന്ത് ചെയ്യുന്നു, ചെസ്റ്റ് ഉണ്ടാക്കുന്നു. രണ്ടും ഡിഫറെന്റ് POVs. അത് നമുക്ക് സെയിം. ഞങ്ങൾ എഡിറ്റേഴ്സ് ആണ്, ഞങ്ങള് രണ്ടുപേരും അപ്ലോഡ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെ കാണുന്നത്. അതെ അതെ, തികച്ചും യാദർച്ഛികം മാത്രമാണ്. മാത്രമല്ല രണ്ട് POVs ആണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വോയിസ് മാത്രമേ സെയിം ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ കാണുക, കാണുന്നവർ എൻജോയ് ചെയ്യുക, എൻജോയ് ചെയ്യാൻ പറ്റാത്തവർ സജഷൻസ് തരിക. നമ്മൾ പിന്നെയും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, നമ്മളത് വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം മാനിക്കുന്നതാണ്, അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ബക്കറ്റ് ലാഭം കൂടെ എടുത്തുകൊണ്ട് വരട്ടെ. ഇത് സ്ട്രൈഡർ ആണ്, വേറെ വിചാരിക്കില്ല, ഇത് സ്ട്രൈഡർ ആണ്. ഓക്കെ, നിങ്ങള് എവിടെയാ? ഞാനേ അതിനടുത്ത് ഹോപ്പർ റെഡിക്കട്ടെ. ഓക്കെ, ബിൽഡ് ചെയ്യുന്ന സാധനം എല്ലാം വോയിഡിന്റെ ചാനലിൽ കാണും. ഓക്കെ, ഇപ്പൊ POV ഡിഫറെന്റ് ആയി അല്ലേ? പിന്നെ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഇതിൽ നമ്മൾ റിപ്പീറ്റർ ഉണ്ടല്ലോ, ഇങ്ങനെ എവിടെ? ഓക്കെ, താഴെ നോക്ക്, റിപ്പീറ്റ് അവിടെ. പിന്നെ റെഡ് സ്റ്റോണ്, ഇവിടെ റെഡ് സ്റ്റോണ്, ഇവിടെ ഈ ചെസ്റ്റ് ഉണ്ടോ, ഈ ചെസ്റ്റ്, ഇവിടെ കമ്പാരറ്റർ ഇങ്ങനെ. ഇവിടെ നിങ്ങൾ നിൽക്കുന്ന ബ്ലോക്ക് റെഡ് സ്റ്റോണ്. പിന്നെ അടിക്കോ താഴെ വന്നിട്ട് ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ട് ഏരിയ, ഈ ഒരു ഏരിയ റെഡ് സ്റ്റോൺ ടോർച്ച്. ഇത് ഇങ്ങനെ ഇരിക്കും സംഭവം. ഓക്കെ, കമ്പാരറ്റർ, റെഡ് സ്റ്റോൺ ടോർച്ച്, റിപ്പീറ്റർ, റെഡ് സ്റ്റോൺ ടെസ്റ്റ്, റെഡ് സ്റ്റോൺ ടെസ്റ്റ്. അതിങ്ങനെ ഫുൾ എക്സ്റ്റെൻഡ് ഇവിടെ വരെ ബിൽഡ് ചെയ്യണം. ഓക്കെ, സോർട്ടിങ് പറ. നമുക്ക് കുറച്ച് റെഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ചെസ്റ്റിലായിരിക്കും നമ്മൾ സോർട്ട് ചെയ്യുന്നത്. ഈ ഒരു മേളിൽ ഡബിൾ ചെസ്റ്റില്ലേ, ഇതാണ് ഫുൾ സോർട്ടിങ്ങിന്റെ. ഏകദേശം ഒരു 3 സ്റ്റാക്കോ 54 ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കും. പിന്നീട് നമുക്ക് സോർട്ട് ചെയ്ത് എന്ത് ബ്ലോക്കാണോ വേണ്ടേ അതിലൊരു ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ ഈ 3 സ്റ്റാക്ക് 54 ആണോ 50 ആണോ അതിൽ നമ്മൾ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് നമ്മൾ വേറെ ബ്ലോക്ക് അവിടെ ആക്കി കഴിഞ്ഞാൽ അത് ഇതിനകത്ത് സോർട്ട് ആയിക്കോളും ഫുള്ള്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വേറെ കുറച്ച് പരിപാടി കൂടെ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഈ റെസ്റ്റോറന്റ് പരിപാടി തീർത്തിട്ട് ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് റെസ്റ്റോറന്റ് നമുക്ക് ഷോർട്ടേജ് കണ്ടുപോയിട്ട് സെറ്റ് ആക്കണം. അപ്പൊ ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് ഞങ്ങളൊരു മൈനിങ് ട്രിപ്പിന് പോയിട്ട് വരാം. ഓക്കെ.